here, you are with Chinchu. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡയറക്റ്റ് ടാക്സേഷൻ പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ എക്സാമിന് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്റർമീഡിയറ്റ് ലെവലിലെ സ്റ്റുഡൻസും ഫൈനൽ സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, എസ്പെഷ്യലി CMA ആൻഡ് CA. പിന്നെ ഒരു അല്പം കൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഈ വീഡിയോയിൽ CMAയുടെ കേസാണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന്റെ മാത്രം കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് പോർഷൻസും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം. വാട്ട്സ് ദ നെക്സ്റ്റ് ഹാഫ് വിച്ച് ഈസ് ദ സെക്കൻഡ് ഹാഫ്. ഈ വീഡിയോയുടെ സെക്കൻഡ് ഹാഫിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ സ്റ്റുഡൻസിന്റെ കേസിലാണ്. ഫൈനൽ സ്റ്റുഡൻസിന്റെ പ്രയോറിറ്റി ക്വസ്റ്റൻസും കാര്യങ്ങളും എല്ലാം. One more thing, ഹിന്ദിയിൽ ഓൾറെഡി വീഡിയോസ് കിടപ്പുണ്ട്. ദിസ് ഇസ് സ്പെഷ്യലി ഫോർ ദോസ് ഹു ലവ് ടു വാച്ച് ഇൻ മലയാളം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രയോറിറ്റി കൊടുക്കണം, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട 3 കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈസ് സാലറി. സാലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണയും റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് സാലറി. സോ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോലും പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം. പിന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഇന്റർമീഡിയറ്റ് എസ്പെഷ്യലി CMAയുടെ ബുക്സിൽ കുറേ കൂടെ സ്റ്റഡി മാറ്റിൽ കുറേ കൂടെ വെറൈറ്റി ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് HP എന്ന് പറയുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അതുകൊണ്ടായിരിക്കും മിക്ക ടൈമിലും ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ വെറൈറ്റി അഡ്ജസ്റ്റ്മെന്റ്സും ഡിഫറെൻറ്റ് ടൈപ്സും പ്രോപ്പറായിട്ട് തറവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം. പിന്നെ നെക്സ്റ്റ് ഈസ് PGPP, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് പല ക്വസ്റ്റ്യൻ്റെ പല പാർട്ടായിട്ടാണ് ചോദിക്കുന്നത്. നിയർലി ഒരു 20-25 മാർക്സിനൊക്കെയാണ് ചോദിക്കാറ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞാൽ ഡിഫറെൻറ്റ് പല ക്വസ്റ്റ്യൻ്റെ A പാർട്ടോ B പാർട്ടോ സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. സോ എല്ലാം കൂടെ കൂട്ടി ഏകദേശം അത്രയും വരും. പിന്നെ PGPPയുടെ കേസിൽ തന്നെ ഞാൻ സെക്ഷൻ 40B കുഞ്ഞു B സെക്ഷൻ 40 വിച്ച് ഈസ് അസസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അതുകൂടെ ഞാൻ ഈ PGPP സെക്ഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് തറവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം. നല്ലപോലെ എവിടുന്ന് എങ്ങനെ ചോദിച്ചാലും ചെയ്യേണ്ട രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോകണം. സോ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് PGPP. അതിനൊപ്പം തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ അത്യാവശ്യം ഒരുപാടൊന്നുമില്ല, വലിയ ഡിഫിക്കൽട്ടും അല്ല. അതിൽ നിന്ന് കുറച്ച് മാർക്സിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സ്കിപ്പ് ചെയ്യല്ല, അതുകൂടെ ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് IFOS ആണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിന്റെ കേസിൽ ഗിഫ്റ്റ് ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ആണെന്ന് തോന്നുന്നു. അതിന്റെ ഗിഫ്റ്റ് ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റും ആപ്ലിക്കേഷൻ ഒക്കെ ഒന്ന് നല്ലപോലെ നോക്കിയിട്ട് പോവുക. പിന്നെ IFOSന്റെ കേസിൽ ഒരു ഹാർഡ്ലി നമുക്ക് 15 to 30 മിനിറ്റ്സ് കഷ്ടി മതി നമുക്ക് ആ ഒരു ടോപ്പിക്, ആ ഒരു പോർഷൻസ്, കാരണം വളരെ ചെറിയ ടോപ്പിക്കാണ്. അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസസ് നല്ല കൂടുതലാണ്, ചോദിക്കാറുണ്ട്. PGPPയുടെ കൂട്ടാറില്ല. PGPPയുടെ കേസ് അത്രയും ബൾക്കായിട്ട് ചോദിക്കുമെങ്കിൽ തന്നെ പോർഷൻസ് വളരെ വാസ്റ്റ് ആണ്, അത്രയും ഫിനിഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഈ കേസിൽ നമുക്ക് വളരെ ചുരുക്കം ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അതേപോലെ അവിടുന്ന് ചോദിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഉണ്ട് താനും. എല്ലാ ടോപ്പിക്സും ഓർമ്മയില്ല, ചിലത് ഞാൻ മിസ്സാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറയുവാണെങ്കിൽ ഡിവിഡൻഡ്, ക്ലബിംഗ്, ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ടാക്സ് റേറ്റ്സ്. ഈ കംപ്ലീറ്റ് എൻറ്റയർ സെറ്റിൽ നിന്ന് മാക്സിമം ചോദിക്കാൻ ചാൻസസ് ഉള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. 20 to 25 മാർക്സിന് വരുന്ന ഫസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യനിൽ കൂടുതലും ചോദിക്കാൻ ചാൻസസ് ഉള്ള ടോപ്പിക്കാണ്. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എൻറ്റയർ സിലബസിൽ നിന്ന് ഇവർക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ MCQs എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നമ്മൾ പഠിച്ചു പോകുമ്പോൾ കറക്റ്റായിട്ട് കോൺസെപ്റ്റ് അടക്കം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്കതൊരു വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കത്തില്ല. പിന്നെ TCS TDSന്റെ കേസിൽ ലാസ്റ്റിലത്തേക്ക് വെക്കുന്ന ആയിരിക്കും ബെറ്റർ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോർഷൻസും നല്ല തറവായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടൈം ഉള്ളപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ഞാൻ എന്തായാലും പറയത്തില്ല, ബട്ട് സ്റ്റിൽ ടുവേർഡ്സ് ലാസ്റ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ. പിന്നെ നെക്സ്റ്റ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഹാർഡ്ലി 3 to 4 പേജസേ ഉള്ളൂ. അതിൽ നിന്ന് അറൌണ്ട് 15 മാർക്സിന് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാൻ്റെ റിക്വയർമെന്റ്സ്, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്യുവർ തിയറിയാണ്. സോ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ചെറിയൊരു പോർഷൻ നല്ല തറവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം. ഇത് മോസ്റ്റ്ലി ചോദിക്കുന്നത് CMAയുടെ കേസിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 ആയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഒരു 4 പാർട്സ് കാണും. അതിൽ 3 പാർട്സും 5 പാർട്സ് മൊത്തത്തിൽ കാണും. അതിൽ 3 പാർട്സും എന്തായിരിക്കും? ഈ ITR റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അഡ്വാൻസ് ടാക്സിൽ നിന്ന് അങ്ങനെ ഓഫൺ ക്വസ്റ്റ്യൻസ് വരാറില്ല എന്നും പറഞ്ഞ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയില്ല. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ICDSന്റെ കേസ് നമുക്കൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പോകാനുള്ളൂ. മിക്കപ്പോഴും 8th ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട് 5 മാർക്കിൻ്റെ ഒരു പാർട്ടായിട്ട് ഉപയോഗിക്കുന്നത് ICDSന്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അഡ്വാൻസ് ടാക്സ് ആണ്. അഡ്വാൻസ് ടാക്സ് അങ്ങനെ ഫ്രീക്വൻ്റ് ചോദിച്ച് കണ്ടിട്ടില്ല. അഡ്വാൻസ് ടാക്സ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ PGPPയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ല.
അസസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഇല്ല, അത് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. അതേ ചോദിച്ചിട്ടുള്ള, അല്ലാതെ വലുതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ എക്സംപ്റ്റഡ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി അതിൻ്റെ കേസിൽ നമ്മൾ റബ്ബർ, ടീ, കോഫിയുടെ കേസ് പറഞ്ഞിട്ടില്ല. അഗ്രികൾച്ചർ ഇൻകവും ബിസിനസ് ഇൻകവും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ സർട്ടൻ പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സംപ്റ്റഡ് ഇൻകം ആസ് എ ഹോൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഈ പർട്ടിക്കുലർ ടൈപ്പ് നല്ല thorough ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം. അത് റിലേറ്റഡ് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ചാൻസസ് കൂടുതലാണ്. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പറയുവാണെങ്കിൽ അമെൻമെന്റ്സ് എല്ലാ തവണയും എല്ലാ പേപ്പറിലും ഓൾമോസ്റ്റ് 8 to 10 മാർക്സിന് അമെൻമെന്റ്സ് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ ഏത് ടേം ആണ്, ഏത് അറ്റംപ്റ്റ് ആണെന്ന് നോക്കിയിട്ട് അതിന് തൊട്ട് മുന്നേ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് അമെൻമെന്റ്സ് ചെയ്തിട്ട് തന്നെ പോകണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കാരണം അമെൻമെന്റ്സ് എന്തായാലും കുറച്ച് കാണത്തുള്ളൂ. അതിൽ നിന്ന് ഇത്രയും മാർക്സ് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് ഡീൽ, യു നോ. സോ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന്റെ കേസിൽ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് ഫൈനലിന്റെ ഡിസ്കസ് ചെയ്യാം. ഫൈനലിന്റെ മോർ ഓഫ് എ ഗസ് വർക്ക് ആണ്. ടോപ്പിക്സ് എല്ലാം കൂടെ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് റീഡ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ്, അസസ്മെന്റ് ഓഫ് കമ്പനീസിന്റെ കേസിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ആദ്യത്തെ ഒരു സെറ്റ് പറയാം. ആ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒന്ന് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ആണ്, പിന്നെ അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്, അപ്പീൽ ആൻഡ് റിവിഷൻ, ബിസിനസ് റീകൺസ്ട്രക്ഷൻ. ബിസിനസ് റീകൺസ്ട്രക്ഷൻ തന്നെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലൈക്ക് ഇപ്പം ബിസിനസ് റീകൺസ്ട്രക്ഷൻ്റെ ഒരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ്റെ, ലോസിൻ്റെ, അല്ലാതെ മാറ്റിൻ്റെ, അങ്ങനെ പല കാര്യങ്ങൾ, ഒരുപാട് ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ് മേർജ് ചെയ്തിട്ട് ഈ ബിസിനസ് റീകൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഇതിൽ നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ കമ്പൾസറി ആയിട്ട് എല്ലാ തവണയും റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. 3 ടോപ്പിക്സ് ആണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ഈ സെറ്റിനകത്തിൽ. ഒന്ന് PGBP, സെക്കൻഡ് ഈസ് DTAA ആൻഡ് തേർഡ് ഈസ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഈ 3 കാര്യം സ്ഥിരമായിട്ട് എല്ലാ തവണയും എക്സാമിന് ചോദിക്കാറുണ്ട്. കമ്പൾസറി ക്വസ്റ്റ്യൻസ് ആണ്, ഒരു കാരണവശാൽ സ്കിപ്പ് ചെയ്യില്ല. അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PGBP നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, CMAയുടെ ഫൈനൽ എൻ്റെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ സ്ഥിരമായിട്ട് നല്ലൊരു മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പം ഔട്ട് ഓഫ് സിലബസ് അല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ CMA ഇന്ററിന് പഠിച്ച കാര്യങ്ങളാണ്. ഈവൻ ദോ അതിനെക്കാട്ടി നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എക്സാംസിന് പ്രതീക്ഷിക്കാം. ബട്ട് സ്റ്റിൽ CMA ഇന്റർ പഠിച്ചിട്ടല്ല നമ്മൾ ഫൈനലിലോട്ട് എത്തിയത്. അപ്പോൾ CMA ഇന്ററിന്റെ പോർഷൻ അല്ലാതെ ഔട്ട് ഓഫ് സിലബസ് ആവത്തില്ലല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റൂടാണ്. ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സ്റ്റഡി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് സെറ്റ്, ഇത് ഇത്ര നോക്കിക്കഴിഞ്ഞാൽ തേർഡ് സെറ്റ് നിങ്ങൾ നോക്കേണ്ട കുറച്ച് സെക്ഷൻസ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വിടേണ്ട സെക്ഷൻസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് നെയിം ചെയ്യാം. ഒന്ന് സെക്ഷൻ 112A, വിച്ച് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർസിന്റെ കേസിലില്ലേ, സെക്ഷൻ 112A, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്ഷൻ 80D, സെക്ഷൻ 80DDB ആൻഡ് സെക്ഷൻ 80JJAA ആൻഡ് സെക്ഷൻ 80TTA, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 80TTAയും സെക്ഷൻ 80TTBയും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൂടാതെ സെക്ഷൻ 80IAC എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ആ പർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് മോസ്റ്റ് പ്രോബബ്ലി MCQs വരാനാണ് കൂടുതൽ ചാൻസ്. പിന്നെ പറയുകയാണെങ്കിൽ സെക്ഷൻ 79 അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ഹോൾഡിംഗ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചുള്ള കമ്പനി ലോ പ്രൊഹിബിഷൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 47. അത് നമ്മുടെ ബിസിനസ് റീകൺസ്ട്രക്ഷൻ്റെ തന്നെ ഉള്ള ഒരു കോർ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അത് ഒരു കാരണവശാലും മിസ് ചെയ്യില്ല. പിന്നെ സെക്ഷൻ 28 സബ്സെക്ഷൻ ഞാൻ ഓർക്കുന്നില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റോക്കിനെ നമ്മൾ ഫിക്സഡ് അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ കേസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും ക്വസ്റ്റ്യൻസും ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ട് പോവുക. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ PGBPയുടെ കേസിൽ പറയുവാണെങ്കിൽ 44AE, സെക്ഷൻ 44AE ഓഫ് PGBPയുടെ കേസിൽ അതിൽ നിന്ന് MCQ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ് പറയുവാണെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഇയുടെ കേസിൽ ഡിവിഡൻഡിൻ്റെ തന്നെ കേസാണ്. ഡീംഡ് ഡിവിഡൻഡിൻ്റെ ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, ഒരു സ്പെഷ്യൽ കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു അമെൻമെന്റ് ഉണ്ട്, ഒരു ചേഞ്ച് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ മാറ്റിന്റെ കൂട്ട് തന്നെ AMTയുടെ കേസിൽ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്റേഴ്സിന്റെ കേസ് 18.5% അല്ല 9% ആണ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിരുന്നാൽ അത് നല്ലതാണ്. പിന്നെ ഇത്രയും പോർഷൻസ് എല്ലാം ഫിനിഷ് ചെയ്ത്, ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എന്നാൽ മാത്രം കേസ് സ്റ്റഡിയിലേക്ക് പോവുക. കേസ് സ്റ്റഡീസിന്റെ കേസിൽ നമുക്കൊരു 16 മാർക്സിനൊക്കെയാണ് ചോദിക്കാറ്. പക്ക തിയറി ടൈപ്പ്, നമ്മൾ തിയററ്റിക്കൽ പ്രസന്റേഷൻ ആണ്. ഫുൾ മാർക്സ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരുപാട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഒരുപാട് കേസ് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. സോ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന്റെ ഒരു മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കേസ് സ്റ്റഡി അല്ലേ, വിട്ടിട്ട് പോകാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ സെറ്റായിട്ട് പഠിച്ച് ഒരുവിധം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആണെങ്കിൽ
പ്രിപ്പയർഡ് ആണെങ്കിൽ ആ കേസിൽ പിന്നെ കേസ് സ്റ്റഡീസിൽ ഇമ്പോർട്ടൻ്റ് നോക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസസ് കൂടുതലുള്ള കേസ് സ്റ്റഡീസ് റെഫർ ചെയ്ത് പഠിച്ചാൽ അത് നന്നായിരിക്കും. സോ ഇത് ഇത്രയാണ് ഫൈനൽ സ്റ്റുഡൻസിന്റെ കേസിൽ. മെയിനായിട്ട് ഒരു ഗസ് വർക്ക് ആണ്. കമ്പൽസറി ആയിട്ട് ഇങ്ങനെ ചോദിക്കും ഇതേ ചോദിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സർക്കംസ്റ്റാൻസസ്. എക്സാമിനർ നെക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പേപ്പർ ഇടുന്നവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഡോണ്ട് ടേക്ക് എ ചാൻസ്. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യില്ല. കംപ്ലീറ്റ് സിലബസ് നല്ല പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അത് കൂടാതെ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസിൽ മൾട്ടിപ്പിൾ റിവിഷൻസ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോവുക. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. മഗപ്പ് ചെയ്യാൻ പോകല്. ദാറ്റ്സ് ബുൾഷിറ്റ്. മഗപ്പ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് എടുക്കുകയും ചെയ്യില്ല, എസ്പെഷ്യലി DTയുടെ ഒക്കെ കേസിൽ. Okay, multiple revisions and summary notes. Okay, if you like this video, don't forget to give it a big fat thumbs up. That keeps me motivating. And share it with maximum of your friends who might be looking for this. Don't forget to subscribe this channel for more such informative videos. Work bloody hard. Until next time, take care. Bye bye.